എൻ്റെ 2 ഫ്രണ്ട്സിൽ നിന്ന് ഞാൻ വളരെ 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 ഇൻസ്പയർഡ് ആയിട്ടുള്ള 2 കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് അയ്യോ ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ തീർന്നു, ഇനി എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ഈ റിയൽ സ്റ്റോറി ഒന്ന് കേട്ട് നോക്കും. എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ കല്യാണം ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്തു, കല്യാണം ഡേറ്റ് വരെ ഉറപ്പിച്ചു. അവസാന ദിവസങ്ങളിലാണ് അവൾ അറിയുന്നത് അവൻ അവളെ ചീറ്റ് ചെയ്യായിരുന്നു. അവൾ കണ്ടു. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി തകർന്നു പോകുന്ന ഒരു മൊമെൻ്റാണ് അത്, അല്ലേ? ഒരുപാട് മാനസിക പ്രയാസത്തിലൂടെ അവൾ പോയി. അവൾ അത്രയും വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ ശരിക്കും ഒരു മനുഷ്യന് എന്തൊക്കെ കഷ്ടപ്പെടാൻ പറ്റുമോ അതൊക്കെ അവൾ അനുഭവിച്ചു. ബട്ട് വളരെ കുറച്ച് മാസത്തിൽ തന്നെ അവളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു. ബട്ട് ഒരിക്കലും ആ ഒരു അനുഭവം കൊണ്ട് അവൾ ഡിസൈഡ് ചെയ്തിട്ടില്ല ഇനി ഒരിക്കലും എനിക്കൊരാളെ വിശ്വസിക്കാൻ സാധിക്കില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും അവൾ ഒരിക്കലും അവളുടെ അടുത്ത് പറഞ്ഞില്ല. അവൾ വീണ്ടും അവൾക്ക് ചാൻസസ് കൊടുത്തു. അത് ഡെസ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു വാശിയുടെ മേലെ ആ ഒരു റിവെഞ്ച് കാണിക്കാനോ ഒന്നുമല്ല. അവൾക്ക് വേണ്ട കാര്യങ്ങൾ അവൾക്ക് അറിയാം. അവൾ ആ ഒരു കാര്യത്തിന്, ആ ഒരു അനുഭവത്തിന് ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവൾ കാണിച്ചിട്ടില്ല. ആൻഡ് എൻ്റെ മറ്റൊരു ഫ്രണ്ട് അവളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത് ഞാൻ വിടേണ്ടി വരുന്ന സമയത്ത് എനിക്കറിയാം എന്നെ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇനി അത് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. എൻ്റെ 2 റീൽസ് അത്യാവശ്യം നല്ല റീച്ചിലെത്തിയാൽ ഞാൻ ഹാപ്പി ആവും. ബട്ട് യെസ്, അവൾ അത് ഈസി ആയിട്ട് പറഞ്ഞെങ്കിലും അത് അവളുടെ ജീവിതത്തിൽ നടക്കാതെ വന്ന സമയത്ത് ഐ നോ അവൾക്ക് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് അവൾ പറഞ്ഞതുപോലെ ആ ഒരു വിഷമത്തിൽ നിന്ന് അവൾ ഗിവപ്പ് ചെയ്തില്ല. യെസ്, ഡെഫിനറ്റ്ലി 1-2 ദിവസം എടുത്തോ അവൾ ഒന്ന് നോർമൽ ആയിട്ട് വരാൻ. ബട്ട് അവൾ കോൺസ്റ്റൻ്റ്ലി അവളുടെ വർക്കിൽ, അവളുടെ പാഷനിൽ അവൾ ഫോക്കസ് ചെയ്തു. ആൻഡ് ഐ എം സോ പ്രൗഡ്. ഞാൻ ഒരിക്കലും അവളുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടില്ല. അവൾ അന്ന് പറഞ്ഞ വാക്കുകൾ അവൾ പ്രൂവ് ചെയ്യും. ഒരു 2 റീൽസ് അത്യാവശ്യം റീച്ച് ആയാൽ ഞാൻ ഹാപ്പി ആയിക്കോളും എന്നായിരുന്നു അവൾ അന്ന് പറഞ്ഞത്. പക്ഷേ അവളുടെ മിക്ക വീഡിയോസും അത്യാവശ്യം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു രീതിയിലേക്ക് അവൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് മാജിക്കായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ആ ഒരു സ്ട്രഗിളിന് ലൈഫിൽ ഗിവ് അപ്പ് ചെയ്യാതെയാണ് അവൾ ഈ ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം പല ആളുകളും ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഇനി എനിക്കൊരാളെ വിശ്വസിക്കാൻ സാധിക്കില്ല, ഇനി ഞാൻ അതിലേക്ക് പോവില്ല, ഇനി ഞാൻ ശ്രമിക്കില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്വയം നമ്മളെ തന്നെയാണ് വീണ്ടും ഹേർട്ട് ചെയ്യുന്നത്. ആരോ ചെയ്തിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എവിടുന്നോ എക്സ്റ്റേണലി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ചില കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് വർക്ക് ആയിട്ടില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത്. ഒരു